ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും എൻ്റെ ബ്രദർ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകുന്നതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓണത്തിൻ്റെ ലീവിന് സ്കൂളൊക്കെ ക്ലോസ് ആയൊരു ടൈമിലാണിത്. ഓണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ബ്രദർ വരുന്നത്. അപ്പോൾ പിന്നെ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ രാവിലെ പോകണം. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ്. എൻ്റെ വീട് ബത്തേരി നായിക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പോയി വീട്ടിലേക്കൊക്കെ എത്തി. അവനവിടെ കയറിയതും ഉമ്മാനെ കണ്ടില്ല കേട്ടോ. ഉമ്മ താഴെ വയലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപ്പ പിന്നെ ഞാറൊക്കെ നട്ടിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നെല്ലൊക്കെ എത്ര ആയി, കതിര് വന്നോ ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ വയലിങ്ങനെ കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പ് ആസ്വദിക്കാൻ. പണ്ടൊക്കെ ഇങ്ങനെ ഈ ഒരു പുല്ലിൻ്റെ നടുവിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്നൊന്നും പിന്നെ നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ. ഞാനവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോഴേക്കും മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രദറിനെ കൂട്ടാൻ പോകാനുള്ള ആ ഒരു ഒരുക്കങ്ങളാണ്. അങ്ങനെ നമ്മളിതാ കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിലേക്ക് പോകണം എന്നൊന്നും വിചാരിച്ചിട്ട് പോയതല്ല. കുട്ടികളാണ് കൂട്ടാൻ പോകുന്നത്, അങ്ങനെയായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കാല് മാറിയിട്ടോ, കുട്ടികൾ എല്ലാവരും ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സീറ്റ് ഒഴിവായപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടുള്ളതാണ്. കാരണം യാത്ര എത്ര ചെയ്താലും എനിക്ക് മതിയാവില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളിതാ മാനന്തവാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ സെഞ്ച്വറി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ലൊരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആ ഒരു എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അയിലക്കറിയും പൊറോട്ടയൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഭയങ്കര രസം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും ഞാൻ മിസ് ചെയ്യാറുമില്ല. അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പാൽച്ചുരാണ് ഇറങ്ങുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാടും മലകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അത് ആ ഓണമൊക്കെ ആയതുകൊണ്ട് ഫുള്ള് പൂക്കളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിലൊക്കെ. അങ്ങനെ യാത്രയുടെ ഒടുവിൽ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് രാത്രിയിൽ കാണാൻ. ഞാൻ ഉഷയൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ പിന്നെ ആരും പോകുന്ന വീഡിയോ എടുക്കാറില്ല. വരുന്നത് എടുക്കുമ്പോഴും അത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലോ. പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനുമായിരിക്കും. ആ ടൈമിൽ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ എയർപോർട്ട്. പക്ഷെ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം പോകുന്നത് നമ്മൾ യാത്ര പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ നെഞ്ചിലൊക്കെ എന്തോ ഒരു സംഭവം ഇങ്ങനെ എടുത്ത് വെച്ച പോലെ ആയിരിക്കുമല്ലോ. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിയണം നമുക്കിങ്ങനെ റെഡിയായി വരണമെങ്കിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹറിബറി ഒന്നും കണ്ടില്ല കേട്ടോ നമ്മൾ എയർപോർട്ടിൽ. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ താഴെ ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് സ്ഥലം തോന്നി. ഒരു എന്താ പറയുക, ഒരു തിക്കോ തിരക്കോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റി. പിന്നെ അവിടുന്ന് കുറച്ച് മേലേക്ക് അങ്ങ് കയറിയാൽ നമുക്ക് എയർപോർട്ടിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു പോവുകയാണ്. ബ്രദർ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഒരു 10-15 ദിവസത്തേക്ക് അങ്ങനെ വന്നിട്ടുള്ളതാണ്. കുറേ ഒന്നും നിൽക്കാനുള്ള ലീവില്ല. അപ്പോൾ നമ്മൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇപ്പം പിന്നെ ആദ്യത്തെ പോലൊന്നും അല്ലല്ലോ. ഇപ്പോൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ആയല്ലോ. ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലെറ്ററിലൂടെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എപ്പോഴെങ്കിലും ലാൻഡ് ഫോണിലൊരു കോള് വരും, അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ ഒന്നല്ലല്ലോ. നമുക്ക് എപ്പം വിളിക്കണമെങ്കിലും വിളിക്കുക, അവരെ കാണണം തോന്നിയാൽ വീഡിയോ കോൾ ചെയ്ത് കാണുക, അങ്ങനെയൊക്കെ ആണല്ലോ. എന്നാലും നേരിട്ട് കാണുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്.
അന്നത്തെ ദിവസം എല്ലാ സ്ഥലത്തും ഓണപ്പരിപാടിയൊക്കെ നടക്കുന്ന ആ ഒരു ടൈം തന്നെയാണ്. അപ്പോൾ അത് അവിടെ നല്ല പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എല്ലാവരും സെറ്റ് സാരി കൊടുത്ത് അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാഫുകളൊക്കെ നല്ല ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിരക്കിൽ തന്നെയാണ് കേട്ടോ അവിടെ. അപ്പോൾ അതാ നമ്മളെല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ ഒരു മോളുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് നല്ല ചിരി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. മാഷാ അല്ലാ. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ അവിടെ എത്തിയതുകൊണ്ട് കുറേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നല്ല രസമാണല്ലോ എയർപോർട്ടിൽ ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും എയർപോർട്ടിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതാ അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം അതാ ബ്രദർ എത്തിയിട്ടുണ്ട്. ബ്രദറിനൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതിലൊരാളാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അതാ മോൾക്ക് പിറ്റേ ദിവസം ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മളിതാ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നിറച്ചും പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ നേരിട്ട് കാണാൻ. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് കല്ലുമ്മക്കായും ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.